എടാ നാൻസി കൊറേ നാളാടെ എന്റെ പുറകെ നടക്കണം. ഞാൻ ഇഷ്ടമെന്ന് പറയാൻ പോണ. വേണ്ടട്ടാ, ട്രിപ്പ് ചെയ്യണ പെമ്പിള്ളേരുടെ മൈൻഡ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. വിശ്വസിക്കാൻ പറ്റൂല. ട്രിപ്പ് ചെയ്യണ നല്ല പെൺപിള്ളേരും ഉണ്ട്. ഞാനുള്ള കാര്യം പറയാല, ഭൂരിഭാഗം നശിച്ച പെമ്പിള്ളേരാ. അതല്ലേ മച്ചാനെ ഞാനാരെയും പ്രേമിക്കാത്ത, എന്റെ പുറകെ നടക്കണ എല്ലാരും സിന്തറ്റിക് പെമ്പിള്ളേരാ. ആ, അവളുമാരെ സൂക്ഷിക്കണം. ഓരോരോ വാർത്തയൊക്കെ കേൾക്കുമ്പോഴേ പേടിയാണ് മനുഷ്യന്. എന്ത് വാർത്ത? എടോ, താനപ്പ ഈ ലോകത്തൊന്നും അല്ലേ? ബാംഗ്ലൂരൊക്കെ ആമ്പിള്ളാരെ പെമ്പിള്ളാരെ ഓടിച്ചിട്ടാ പീഡിപ്പിക്കണം. പിന്നെ അവിടെ വല്ലതും പോയി പഠിച്ചാ മതിയായിരുന്നു. എന്ത് കാര്യം ഇരിക്കണം മച്ചാ, അവളുമാരുടെ കയ്യിലും നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് ശവം പോലും പിന്നെ ബാക്കി വെക്കൂല. അശ്ശേ, നിനക്ക് ഇത്രയും പേടിയാ? എടാ ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ആമ്പിള്ളേരല്ലേ. അത് അവളുമാർക്കും കൂടി ഒന്ന് തോന്നണ്ടേ. സത്യം പറയണെങ്കിൽ ഈ സിന്തറ്റിക് പെമ്പിള്ളാരെ കാരണം എനിക്കിപ്പോ രാത്രി ഒറ്റക്ക് പുറത്തിറങ്ങി നടക്കാൻ വരെ പേടിയാ. അതെന്താ? നമ്മുടെ പഞ്ചായത്തോളം ഈ കമ്പനി അടിച്ചിരിക്കണ ചേച്ചിമാരില്ലേ, ഞാൻ തന്നെ ഓടിച്ചിട്ട് എന്തിന്? പീഡിപ്പിക്കാൻ. ഇടവഴി കയറ്റി എന്നെ പൂശാനായിരുന്നു അവരുടെ പ്ലാൻ. എന്റെ ഭാഗ്യത്തിന് ഞാൻ ഓടി രക്ഷപ്പെട്ടു. എന്റെ പൊന്നു, ഇവന്മാരൊക്കെ കാരണം നമ്മ ഇരുമ്പിന്റെ അണ്ടർവെയർ പണിയിക്കേണ്ടി വരൂ. അശോ, ഞാനത് ഇന്നലെയും കൂടി ആലോചിച്ചോളൂ. പണിയിക്കുമ്പോ എന്തായാലും ഇല്ലേ താഴിട്ട് പൂട്ടാൻ പറ്റി ഒരെണ്ണം പണിയിക്കണം. അതാകുമ്പോ പൂട്ടി താക്കോല് വീട്ടിൽ വെച്ചിട്ട് പുറത്തിറങ്ങിയാൽ മതിയല്ല. അല്ലടാ, അപ്പൊ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? കൊച്ചു കൊച്ചു വിട്ടുവീഴ്ചകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. രാത്രി പുറത്തിറങ്ങണ ദിവസം വെള്ളം കുടിക്കണ്ട. എടാ, ഇതൊക്കെ കേട്ടിട്ട് തന്നെ എനിക്ക് പേടിയാനുണ്ട്. ഞാൻ നാളെ ചിലപ്പോ ടെക്നോ പാർട്ടിക്ക് വരൂലട്ടാ. അവിടെ മൊത്തം ചിക്സ് ആയിരിക്കും. അതോർത്ത് നീ പേടിക്കണ്ട. നമുക്കൊരു ധൈര്യത്തിന് എന്റെ 2 കസിൻ ചേച്ചിമാര് ടെക്നോന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിന്റെ കസിൻ ചേച്ചിമാരെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? അതിനെന്താടാ, ചേച്ചിമാരെ ആസിഡ, നമ്മളൊന്നും ചെയ്യുന്നില്ല, അവര് സീനൊന്നുമില്ല.